ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിലൊക്കെ അവസാനം കുറിച്ച് ഏറ്റവും പുതിയ 5 ഡോർ താർ ഓഗസ്റ്റ് 15 വരാൻ പോവുകയാണ്. അതായത് താർ റോക്സ് ഓഗസ്റ്റ് 15 വരാൻ പോവുകയാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ഒരു വണ്ടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു താറെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, ഇത് അടിമുടി മാറ്റം വന്ന താറിൻ്റെ ഏറ്റവും നമുക്ക് പ്രാക്ടിക്കലും അതേപോലെ തന്നെ ലക്ഷറീസും ഫീച്ചേഴ്സും എല്ലാം കൊണ്ടുവന്ന് മൊത്തത്തിൽ ഒരു നല്ലൊരു പാക്കേജുമായിട്ട് മഹേന്ദ്ര വന്നേക്കുകയാണ്. അപ്പം ഈ വണ്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ നോക്കുന്നുള്ളൂ. അതിൻ്റെ ലുക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമേ വിചാരിച്ചത് ഇതൊരു വ്രാംഗ്ലർ തന്നെയാണെന്നാണ്. അതായത് വ്രാംഗ്ലറിൻ്റെ പോലെ തന്നെയായിരിക്കും മൊത്തത്തിൽ വരാൻ പോകുന്നത്. വലിയ മാറ്റമൊന്നും മഹേന്ദ്ര കൊണ്ടുവരത്തില്ലെന്നാണ്. എങ്കിലും ഇതിൽ കുറച്ചൊക്കെ മാറ്റം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു സീപ്പിലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം അതിന് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ബമ്പർ നോക്കുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ അവർ ചേഞ്ച് കൊണ്ടിട്ടുണ്ട്. പുതിയൊരു ബമ്പർ ഡിസൈനാണ്, അതും ബോഡി കളർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു നല്ല ഡിസൈൻ എന്ന് പറയാം, പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം. ഇനി ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിൽ അതിലൊരു സി ഷേപ്പിലെ DRL വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വന്നേക്കുന്നത് ബമ്പറിലാണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയിലും ആ ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ ആ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അതും വണ്ടിക്ക് നല്ല മസ്കുലർ ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ LED ടെയിൽ ലാമ്പുകൾ കാണാം. പിന്നെ ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഇപ്പോൾ വന്നേക്കുന്ന ആ വണ്ടിയുടെ ആ ഒരു ബോഡിയോട് ചേർന്ന് തന്നെയാണ്. നേരത്തെ നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ആ ഒരു റിയറിൽ ആ ഒരു വിൻഷീൽഡിൻ്റെ പൊക്കത്തടർന്ന് വന്നിരുന്നത്. ഇപ്പോൾ അത് ബോഡി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ മൊത്തം കാണാൻ നേരത്തെ കുറച്ച് നീളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും. അതായത് പഴയ താർ നോക്കുകയാണെങ്കിൽ അതിന് നീളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആ ഒരു മസ്കുലർ ഫീൽ കിട്ടുമായിരുന്നു. കാരണം നല്ല വീതിയുണ്ട്, നല്ല ഉയരമുണ്ട്. എന്നാൽ ഇതിന് കുറച്ച് നീളം കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി കുറച്ച് ചേഞ്ച് വന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ റിയറിൽ ആ ഒരു ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട പോലെ നമുക്ക് ആ ഒരു പുറമേ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ ഒരു ഡോർ ഹാൻഡ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ പുതിയൊരു 10 സ്പോക്ക് ഡ്യുവൽ ടോൺ അലോയ് വീൽ ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഫീച്ചേഴ്സുകളാണ് പുതിയ താറ് വന്നേക്കുന്നത്. അത് 10.25 ഇഞ്ചിൻ്റെ പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ വയർലെസ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. പിന്നെ ആ ഒരു സീറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് വെന്റിലേറ്ററാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ അവർ പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ടോപ്പ് സ്പെക്കിൽ നമുക്ക് പനോരമിക് സൺറൂഫ് കിട്ടുന്നതാണ്. ആ ഒരു മിഡ് സ്പെക്ക് നോക്കുകയാണെങ്കിൽ അതിൽ സിംഗിൾ പെയിൻ സൺറൂഫേ കിട്ടത്തുള്ളൂ. പ്രാക്ടിക്കലി സൺറൂഫ് നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിന് ആവശ്യമില്ല, ഇന്ത്യക്കാർക്ക് സൺറൂഫിൻ്റെ ഒരു ആവശ്യമില്ല. എങ്കിലും ഇപ്പോൾ എല്ലാ വണ്ടികളും സൺറൂഫ് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എസെൻഷ്യലായ ഒരു ഫീച്ചറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹേന്ദ്ര ഒട്ടും കുറച്ചില്ല, ഇതിൽ കൊടുത്തേക്കുന്നത് പനോരമിക് സൺറൂഫാണ്. ലെതർ സീറ്റുകളാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുണ്ട്. നേരത്തെ ആ ഒരു പഴയ താർ നോക്കുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് റോയിൽ സ്ഥലം കുറവാണ്. പിന്നെ ആ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല പോലെ സ്പേഷ്യസ് ആയ നല്ല പോലെ കംഫർട്ടബിളായ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പുറകിൽ ഇപ്പം 3 പേർക്ക് നല്ല പോലെ തന്നെ ഇരിക്കാൻ പറ്റും. നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂമും അത്യാവശ്യം നല്ല പോലെ തന്നെ വിശാലമായിട്ടുള്ള ആ ഒരു റിയർ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുതിയ താറിൽ വന്നേക്കുന്നത്. പിന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഹാമൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. പിന്നെ ABS വിത്ത് EBD ആണ്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും റിയറിലും പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൽ ലെവൽ 2 ADAS ഉണ്ടെന്നാണ് മഹേന്ദ്ര പറഞ്ഞേക്കുന്നത്. അതായത് ഇതിൽ ഓട്ടോണോമസ് ബ്രേക്കിംഗ് ഉണ്ട്, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഹേന്ദ്ര ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ 2 ലിറ്റർ പെട്രോളും 2.2 ലിറ്റർ ഡീസൽ തന്നെയായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ നോർമൽ താറിനേക്കാളും പവർ ഇതിന് നല്ലപോലെ തന്നെ കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി വണ്ടിക്ക് അത്യാവശ്യം നല്ലപോലെ വെയിറ്റ് ഉണ്ട്. കാരണം വണ്ടി ഇപ്പം കുറച്ചുകൂടെ വലുതായതുകൊണ്ട് വെയിറ്റ് കൂടി, അതുകൊണ്ട് പവറും അതിനനുസരിച്ച് കൂടുമെന്നാണ് പറയുന്നത്. ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവലും ഉണ്ടാകും, 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഉണ്ടാകും. 2 വീൽ ഡ്രൈവിലും അവൈലബിൾ ആയിരിക്കും, അതേപോലെ തന്നെ 4 വീൽ ഡ്രൈവിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ നല്ലപോലെ തന്നെ കേപ്പബിൾ ആയ ഒരു ഓഫ് റോഡർ കൂടെ ആയിരിക്കും. അപ്രോച്ച് ആംഗിൾ ഡിപ്രാച്ചർ ആംഗിളും ബ്രേക്ക് ഓവർ ആംഗിളൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയായിരിക്കും. കാരണം നമുക്ക് ആ ഒരു പഴയ താർ എങ്ങനെയാണെന്ന് അറിയാം. ഏകദേശം അതേപോലെ തന്നെയായിരിക്കും ഒരു വണ്ടി വരാൻ പോകുന്നത്. ഇലക്ട്രിക് ആയിട്ട് തന്നെ ലോക്ക് ചെയ്യാവുന്ന ഡിഫും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കാണും. പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോളും ഇതിലുണ്ടാകുമെന്നാണ് പറയുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്നാണ് പറയുന്നത്, ആ ഒരു സ്റ്റാർട്ടിങ്. റൈവൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗൂർക്കയുടെ 5 ഡോർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ജിംനിയുടെയും 5 ഡോർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു പ്രൈസിങ് ആണ്. ഇപ്പോൾ ജിംനി നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രൈസുള്ള വണ്ടിയാണ്, പക്ഷേ വളരെ ചെറിയൊരു വണ്ടിയാണ്. ഗൂർക്ക നോക്കിയാൽ അത്യാവശ്യം കുറച്ചുകൂടെ പ്രൈസും കൂടുതലാണ്. ആ ഒരു പ്രാക്ടിക്കാലിറ്റിയും അതേപോലെ തന്നെ കംഫോർട്ട് ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൂർക്കയിൽ കുറവാണ്. ഒരു റഫ് ആൻഡ് ടഫ് വണ്ടിയാണ് ഗൂർക്ക വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആ ഒരു മേൽക്കൊയ്മ ഈ ഒരു 5 ഡോർ താറിനായിരിക്കും.
ഇപ്പം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ SUV എന്ന പേരിൽ ഒരുപാട് പ്ലാസ്റ്റിക് വണ്ടികളുണ്ട്. അതായത് ഹാച്ച് ബാക്കിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ട് അതിന് കുറച്ച് ഉയരമൊക്കെ കൂട്ടി ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ കൂട്ടി ഒരുപാട് ആ ഒരു ബോഡി ക്ലാഡിങ്ങുകളൊക്കെ വെച്ച് ഒരു വലിപ്പമൊക്കെ കൂട്ടി SUVയുടെ ലുക്ക് മാത്രമുള്ള വണ്ടി. അതിനൊന്നും SUV ഒന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. വേണേൽ ക്രോസ് ഓവർ എന്ന് വിളിക്കാം. അല്ലാണ്ട് 4 വീൽ ഡ്രൈവോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിനെ എങ്ങനെയാണ് നമ്മളൊരു SUV എന്ന് വിളിക്കുന്നത്? അപ്പം അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ താർ. നല്ല പ്രാക്ടിക്കലാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ട്രൂ ആയിട്ടുള്ള SUV ആണ്. ലാഡർ ഫ്രെയിമാണ് വരുന്നത്. ലോ റേഞ്ച് ഗിയർ ബോക്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു SUV ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ മഹേന്ദ്ര തരാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.